പിണറായി വിജയൻ ഇപ്പോൾ MLA മാത്രമാണ്. ഇനി എങ്ങനെയായിരിക്കും പിണറായി വിജയൻ? പിണറായി വിജയൻ എല്ലായിടത്തും പിണറായി വിജയൻ തന്നെ ആയിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ആളുകൾ മുഖ്യമന്ത്രിയായിട്ടൊന്നല്ലല്ലോ ജനിക്കുന്നത്. അതൊക്കെ ഓരോരോ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ്. പിണറായി വിജയൻ എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെ ആയിരിക്കും, അതിനൊരു മാറ്റമില്ല. അങ്ങനെയാണ് അദ്ദേഹം. പിന്നെ ഈ ഒരു പരാജയത്തോടു കൂടി പിണറായി വിജയനെ എഴുതി തള്ളാം എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും. കാരണം പിണറായി വിജയൻ ഇതോടുകൂടി സെസസ്ക്യൂവിൻ്റെ അവസ്ഥ വന്നു, ഗോപച്ചേവിൻ്റെ അവസ്ഥ വന്നു, ബുദ്ധദേവിൻ്റെ അവസ്ഥ വന്നു എന്നൊക്കെ പലരും കരുതുന്നുണ്ടാവും. അതങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് മാറി സഞ്ചരിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുവായ ലൈനിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു മൈനോറിറ്റി അപ്പീസ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ആ മൈനോറിറ്റി അപ്പീസ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് പിണറായിക്ക് 2 ടൈം അധികാരത്തിൽ എത്താൻ പറ്റിയതും പാർട്ടി പിടിക്കാൻ പറ്റിയതിന് മൈനോറിറ്റീസിന് വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഈ പാർട്ടിയുടെ ബോഡി ഒരു മൈനോറിറ്റി ബോഡിയല്ല, അതൊരു ഹിന്ദു ബോഡിയാണ്. അത് അദ്ദേഹത്തിന് ആദ്യം അറിയാം. പക്ഷെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇവരാവശ്യമായിരുന്നു. മാത്രമല്ല ഇവർക്ക് അദ്ദേഹത്തെ ആവശ്യമായിരുന്നു. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ കേരളത്തിൽ തകരരുതെന്ന് മൈനോറിറ്റീസ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് BJP കയറുകയുള്ളൂ. അപ്പോൾ BJP വരാതിരിക്കാൻ വേണ്ടി ഇവർ മാറി ചെയ്യും. 2014 പിണറായി വിജയൻ ചെയ്തു, ഇപ്പോൾ അത് തിരിച്ചു ചെയ്തു കൺസൾട്ടേഷൻ. അപ്പം ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് കോൺഗ്രസ് ഇല്ലാതാവരുതെന്നുള്ള മൈനോറിറ്റിയുടെ വിഷയമുണ്ട്. അപ്പോൾ അവർ കൺസോളിഡേറ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, പിണറായി ആ സമയത്ത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അടിസ്ഥാന വോട്ടിലേക്ക് പോയേ പറ്റുള്ളൂ. പിണറായി അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് RSS ചെയ്തു. അപ്പോൾ അങ്ങനെ പിടിച്ച RSS തന്നെ ആക്കി. അപ്പം ഇപ്പം സംഭവിച്ചിരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ഒരു വലിയ പരാജയമൊന്നുമല്ല. കാരണം ഇവിടെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ഹിന്ദുക്കൾ സംഘടിതരായി പരസ്പരം അടിക്കുമ്പോൾ മൈനോറിറ്റീസ് കമ്മ്യൂണിറ്റി സംഘടിതരാണ്. അവരുടെ മാൻഡേറ്റുകൾ തീരുമാനിക്കും. പിന്നെ അവരുടെ ഉച്ഛിഷ്ടം അമേദ്യം പിന്നെ എന്താണ് കഴിച്ച് ജീവിക്കുന്ന കുറേ ഹിന്ദുക്കളും അതിൻ്റെ കൂടെ കൂടും. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പം അതല്ലാത്തുണ്ട്. ഇപ്പം അതല്ലാതെ ശക്തമായ നിലപാടെടുക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട്, SNDP NSS ഒക്കെ. അവർ ശക്തമായ നിലപാടെടുക്കും. അതല്ലാത്ത കുറേ ഉണ്ട്. SNDP NSS കുറ്റം പറഞ്ഞുകൊണ്ട് ഈ മൈനോറിറ്റീസിൻ്റെ ആസനം താങ്ങി നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും എല്ലാം കൂടി ഉണ്ടാക്കിയൊരു മൂവ്മെൻ്റാണ്. ഇത്തവണ NSS നിലപാടെടുത്തിട്ടില്ല. നോക്കണം, NSS ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂല നിലപാടെടുത്തില്ല. SNDP ആണെങ്കിൽ നമുക്ക് LDFന് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തത്. അപ്പോൾ അതല്ലാത്ത ചില ആളുകളാണ് ഈ പറയുന്നതിനോ ഈ മൈനോറിറ്റീസിനെ പിന്നാലൊക്കെ കിടക്കുന്നത്. അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ഞാനൊരു പ്രശ്നമായി കരുതുന്നില്ല. പക്ഷേ കണ്ണൂരൊക്കെ ഉള്ള പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടായ തോൽവിയും തിരിച്ചടിയും അത് പാർട്ടി പരിശോധിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല, പാർട്ടി നയങ്ങളിൽ നിന്ന് മാറുന്നു എന്നുള്ളൊരു തോന്നൽ പാർട്ടി നേതാക്കന്മാർക്കിടയിൽ, അനുയായികൾക്കിടയിൽ ശക്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആ തോന്നൽ ഇന്നുണ്ടായതുപോലെ മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായ വിജയങ്ങൾ ആ തോന്നലുകൾ മറച്ചു വെച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ പാർട്ടിക്ക് ഉത്തരം പറയാൻ പാർട്ടിക്കാർ ബുദ്ധിമുട്ടുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ കരിമണൽ ഇടപാടുമായിട്ടാണ്. അത് പാർട്ടിക്കാർക്ക് ന്യായീകരിക്കാൻ കുറച്ച് പാടുള്ളൊരു സാധനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷയുടെ ഭാര്യയിലാണ് അവർ സഖാവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവരെക്കാട്ട് യോഗ്യമായ ആളുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് ലോക്കലി വരുന്നത്. അപ്പം എനിക്ക് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നതല്ല ഒരു നേതാവിൻ്റെ ഭാര്യ എന്നുള്ളൊരു അയോഗ്യത ഒന്നല്ല. അവർ പാർട്ടി രംഗത്ത് സജീവമായിട്ടുള്ളതാണ്. പക്ഷെ അത് അവിടെ താഴെത്തട്ടിൽ വേണ്ട വിധത്തിൽ ദഹിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2 വർഷങ്ങളാണ് ബേസിക്കലി മുൻപ് ആ പാർട്ടി നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാവുന്നുള്ള തോന്നൽ വിജയങ്ങൾ കൊണ്ട് മറികടക്കാൻ പിണറായിക്ക് പറ്റുകയെങ്കിൽ ഇത്തവണ ഒരു വിജയം ഒരു ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ അതെല്ലാം പുറത്തു വന്നു. പിന്നെ അവിടെ P. ജയരാജനെ പോലുള്ള വളരെ കാസുര സ്വാധീനമുള്ള സഹാക്കൾ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവർ തിരിച്ചു വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ വായിച്ചിട്ട് അതിനനുസൃതമായി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് പാർട്ടിയുടെ മുന്നിലുള്ളത്. ആ ടാസ്ക് പാർട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പിണറായിക്ക് വലിയൊരു പങ്കുണ്ട്. പിണറായിയാണ് പാർട്ടിയിലപ്പം ഏറ്റവും വലിയ നേതാവ്. അപ്പോൾ ആ റോൾ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ആ റോൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെയും പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവായി തീരും.
അല്ലാതെ ഒരു കോസ്മെറ്റിക് ചേഞ്ച് മോളുണ്ടാക്കിയപ്പം സ്വരാജിനെ പിടിച്ച് പാർട്ടിയുടെ സെക്രട്ടറി ആക്കിയ ഇതിൽ ഭീകരമാക്കിയ അവസ്ഥ. ഒരു വലിയ ബുദ്ധിജീവി എന്നല്ലാത്ത മാഷ പിടിച്ചാക്കി നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എല്ലാ സ്വരാജിനെ പിടിച്ചാക്കിയാൽ വലിയ ബുദ്ധിജീവി എന്ന് ഭാവിക്കുന്ന സ്വരാജിനെ പിടിച്ചാക്കിയാൽ നാട്ടുകാരും നകന്നു പോകും. അപ്പം അങ്ങനെയുള്ള കോസ്മെറ്റിക് ചേഞ്ച് കൊണ്ടൊന്നും കാര്യമില്ല. അല്ല, ഈ പാർട്ടി സംവിധാനങ്ങളൊക്കെ ഇനിയും പിണറായി വിജയൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുമോ? ഓച്ചാനിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പിന്നെ പിണറായി വിജയൻ ധിക്കരിക്കില്ല. കാരണം ഇന്നത്തെ ഈ പാർട്ടി സംവിധാനം എന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടായിക്കൊണ്ടുവന്ന നേതാക്കന്മാരാണ്. ഇവർ പലരെയും കയറി വന്നപ്പോൾ ഇവർ വല്ലതും വന്നിരുന്ന അനർഹമായ പോസ്റ്റുകളിലാണ്. ഇവർ ശരിക്കും പാർട്ടിയിലെ മച്ചുറായിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഈ വിഭാഗീയത അവരെയൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവരുടെ നിലനിൽപ്പ് തന്നെ പിണറായിയെ ആശ്രയിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇവർ ആ പൊസിഷനിലെത്താൻ കാരണം പിണറായിയാണ്. അല്ലെങ്കിൽ ഇവർ പലരും എത്തില്ല. വലിയ ഏബിളായിട്ടുള്ള ഒരുപാട് ആളുകൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയോ ഗൾഫിൽ പോവുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ പലരും ചെയ്ത് വന്നിട്ടുള്ളൂ. എൻ്റെ ഒരു വിഭാഗത്തെ വെട്ടി നിർത്തിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ പിണറായിനോട് ആ വിരോധമല്ല വിധേയത്വം ഉണ്ടോ. അതുകൊണ്ട് പിണറായിക്ക് അങ്ങനെ ഒരു നിങ്ങൾ പറയുന്ന പോലെ ഒരു തിരിച്ചടി ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ തോൽവിയുടെ കാരണക്കാരൻ പിണറായിയാണ് എന്ന് എന്തെങ്കിലും തരത്തിലുള്ള അവസരം പാർട്ടിക്കകത്തും തന്നെ ഉയരത്തില്ലേ? അങ്ങനെ ഇൻറ്റേർണലായിട്ടുള്ള വിമർശനങ്ങളൊക്കെ വരാം. അത് വന്നു കഴിഞ്ഞാലും അത് ഈ പാർട്ടിയുടെ സെറ്റപ്പ് അനുസരിച്ച് എവിടെ ആ വിമർശനങ്ങൾ നിർത്തണമെന്നോ ആ വിമർശനങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്രയും വിമർശനങ്ങൾ വരുമെന്നല്ലാതെ അതൊന്നൊരു പരിധി കൂടുതൽ തലപൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരെ ഓരോരുത്തരും എന്താണെന്നും എങ്ങനെയാണെന്നും എവിടെ വരെ പിടിക്കണമെന്ന് പിണറായിക്ക് നന്നായിട്ടാണ്. പിണറായി വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ. അപ്പോൾ ആ പേടി അവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിണറായിയെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പുറത്ത് കളയാമോ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അത് നടക്കില്ല. ആരും വിചാരിച്ചാലും നടക്കില്ല. പിണറായി സഭയിൽ വന്നിരിക്കൂ? അതെനിക്കറിയില്ല. അവരുടെ MLA അല്ലേ. MLA ആകുമ്പോൾ സഭയായിട്ട് വല്ലപ്പോഴും വന്നിരിക്കുന്നുണ്ടാവും. വല്ലപ്പോഴേ വരുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വല്ലപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായത്തിൻ്റെ പ്രശ്നം. മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വയസ്സാവും. ലീഡറിനെ കണ്ടാലൊക്കെ മനസ്സിലാവും. ഉമ്മൻചാണ്ടി സാവും അധികാരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ പ്രായം ബാധിക്കില്ല. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രായമാവും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് ആവുമെന്ന് പറയാൻ പറ്റില്ല. CPM-ന് മുന്നിൽ ഇപ്പോൾ ഒരു വലിയ ക്രൈസിസ് ഉണ്ട്. അവർക്ക് കോൺഗ്രസ്സായി നിൽക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിൽക്കണമെന്നുള്ളത്. അത് പിണറായി രണ്ടിനും ഇറ്റ് വാസ് അനദർ കൈൻഡ് ഓഫ് കോൺഗ്രസ് പാർട്ടി. ആ രീതിയിൽ അവർ നിൽക്കുന്നു കഴിഞ്ഞാൽ അവരുടെ ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് വളരെ എളുപ്പം ചോർത്തു പോകും. ഈ ഹിന്ദു വോട്ടുകൾ പിടിക്കാൻ വേണ്ടി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കണമെന്ന് വിചാരിച്ചാൽ മൈനോറിറ്റീസ് അവർ നടന്നു പോകും. കാരണം അവിടെ നമുക്ക് എന്തൊക്കെ കേരള മോഡലും കേരള ഷോയും പറഞ്ഞാലും ബ്രിഡ്ജ് ചെയ്യാൻ പറ്റാത്ത ചില കമ്മ്യൂണൽ ഗ്യാപ്സ് ഉണ്ട്. അതൊരു വിഷയമാണ്. ആ പാർട്ടി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നോക്കി തന്നെ കാണേണ്ടതാണ്. ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ എളുപ്പം തള്ളിക്കളയാൻ പറ്റുന്ന ഉമ്മൻചാണ്ടി സാറിനെ പോലെ പിണറായി എളുപ്പം തള്ളിക്കളയാൻ പറ്റും. മുതിർന്ന നേതാവ് CPM-ലെ പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി പ്രതിപക്ഷത്തെ. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് വരേണ്ടത് പിണറായി വിജയനായിരിക്കും. ആകുമോ? അല്ല, അതൊക്കെ അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമൊക്കെ കണക്കിനനുസരിച്ച് ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ വലിയ താല്പര്യം ഇല്ലെങ്കിൽ അത് വേറെ ആർക്കും കൊടുക്കാനാണ് സാധ്യത. അപ്പോൾ പുതിയ ജനറേഷൻ ലീഡർഷിപ്പ് ഉണ്ടാകുകയും ചെയ്യും. അദ്ദേഹത്തിന് സമയം കിട്ടും. അദ്ദേഹം തൽക്കാലം ഇനി കാര്യകർത്ത മണ്ഡലത്തിലിരിക്കട്ടെ, അല്ലാതെ നിർദ്ദേശം കൊടുത്തുകൊണ്ട്